ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ മരത്തിൽ നിറയെ മൾബറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ മൾബറി മരം. ഈ വർഷമാണ് ഇവൻ ഇത്തിരി ഒന്ന് വളർന്നത്. ഈ മരം നട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷം ആയിട്ടുണ്ട്. ഒരു കുഞ്ഞൻ മൾബറി ആയിരുന്നു കിട്ടിയപ്പോൾ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഈ മൾബറി തൈ ഞങ്ങൾക്ക് തന്നത്. ആദ്യത്തെ തണുപ്പ് കാലം കഴിഞ്ഞപ്പോൾ ഉണങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു കരിഞ്ഞു പോയെന്ന്. പിന്നീട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ ചെറുതായിട്ട് ഒന്ന് തളിരിട്ട് വന്നു. നട്ടൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ ആള് കുഞ്ഞനാണെങ്കിലും നിറച്ച് മൾബറി ഉണ്ടായിട്ടോ. പിന്നെ എല്ലാ കൊല്ലവും തണുപ്പുകാലം കഴിഞ്ഞ് ഉടനെ തന്നെ ഈ മരത്തിൽ നിറയെ മൾബറിപ്പഴങ്ങൾ ഉണ്ടാവൂട്ടോ. ഈ വർഷവും ഇഷ്ടം പോലെ മൾബറിപ്പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കൈ എത്തുന്ന സ്ഥലത്ത് കുറച്ച് പഴങ്ങൾ മാത്രമേ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ മരത്തിന്റെ മുകളിലായിട്ടാണുള്ളത്. കുറച്ച് വലിപ്പം കൂടുതലുള്ളത് നല്ല കറുത്ത് പഴുത്തിട്ടുള്ളതുമായിട്ടുള്ള പഴങ്ങളെല്ലാം മുകളിലാണ്. നമ്മുടെ കയ്യിലുള്ള ഏണി വെച്ചാലും അവിടെ എത്താൻ പറ്റത്തില്ല. അത്രയ്ക്ക് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ പഴങ്ങൾ കഴിക്കാനായിട്ട്. ഈ മൾബറിയുടെ ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ കഴിക്കാൻ പറ്റുന്നത്. ഇതിന്റെ തളിരിലകൾ പറിച്ച് തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരുപാട് വളങ്ങൾ ഇട്ട് കൊടുക്കുകയോ പരിചരിക്കുകയോ ഒന്നും വേണ്ട. എല്ലാ വർഷവും ആ സമയമാകുമ്പോൾ കഴിക്കും. ചില മൾബറി പഴങ്ങൾ കഴിക്കാൻ പുളി കാണും. എന്നാൽ ഈ പഴങ്ങൾ അധികം പഴുക്കാത്തതാണെങ്കിൽ പോലും കഴിക്കാൻ നല്ല മധുരമാണ് കേട്ടോ. ഞാൻ താഴെയുള്ള 1-2 ശിഖരങ്ങളിൽ നിന്ന് മാത്രമേ പറിച്ചിട്ടുള്ളൂ. ദേ നോക്കിക്കേ, എനിക്ക് ഇത്രയും പഴങ്ങൾ കിട്ടിട്ടോ. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.